ഹലോ ഫ്രണ്ട്സ്, ക്രേസി ജോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ മീൻകറിയും ചക്ക വേവിച്ചതുമാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത് ഫിഷ് കറിയാണ്. അതിനായി ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് മോത മീനാണ്. 1/2 കിലോ മീനുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ്. കൂടാതെ 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ഫിഷ് കറിക്ക് ആവശ്യമായ ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം ഇഞ്ചി ചെറു കഷ്ണം ചോപ്പ് ചെയ്തത്, 5-6 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു 3 കുഞ്ഞുള്ളി ചോപ്പ് ചെയ്തത്, കൂടാതെ ഫിഷ് കറിക്ക് ആവശ്യമായ കുടംപുളി ഒരു 5-6 കുടംപുളി കഴുകി വൃത്തിയാക്കി ചെറു ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഫിഷ് കറി എങ്ങനെ പാചകം ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഫിഷ് കറിക്ക് ആവശ്യമായ ചട്ടി അടുപ്പിൽ വയ്ക്കുന്നു. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നല്ല ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എണ്ണ ചൂടായിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കടുക് ചേർക്കുകയാണ്. കടുക് ഏകദേശം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ മീൻകറിക്ക് ആവശ്യമായ ഉലുവ ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർക്കുകയാണ്. കുഞ്ഞുള്ളിയിലെ ജലാംശമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുകയാണ്. ചെറു തീയിൽ വേണം എപ്പോഴും മീൻകറി വെക്കാൻ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ഇടയാകും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനു മുന്നായി നമുക്ക് ഫിഷ് കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ആദ്യമായി ഒരു പാത്രത്തിലേക്ക് എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി 4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കിയിടുക. ഒരു കുഴമ്പ് പരുവത്തിൽ വേണം നമുക്കിത് ഇളക്കിയെടുക്കാൻ. അധികം ലൂസാകാൻ പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം അരപ്പ് റെഡിയാക്കുവാൻ. പണ്ടൊക്കെ വറ്റൽമുളകും മല്ലിയും അരകല്ലിൽ അരച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമ്മളിവിടെ പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ഗോൾഡൻ പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന
അരപ്പ് ചേർത്ത് കൊടുക്കാം. ചെറു തീയിലായിരിക്കണം നമ്മൾ അരപ്പ് ചേർക്കാൻ. തീ കൂടുതലാണെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ഇടയാകും. നന്നായി ഇളക്കി കൊടുക്കുക. അരപ്പ് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ കുടംപുളി ചേർക്കുന്നത് ഇതിൻ്റെ പുളി ഇറങ്ങുന്നതിന് സഹായിക്കും. തീ എപ്പോഴും ചെറിയ ഫ്ലെയിമിലായിരിക്കണം വെക്കാൻ. ആ പുളിയിലുള്ള വെള്ളവും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. മീൻകറിക്ക് ആവശ്യം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് തയ്യാറാക്കിയ പാത്രം, അതിലാണ് നമ്മൾ ആ വെള്ളം ഒഴിച്ചത്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1/2 കിലോ മോദയായതുകൊണ്ട് അതിനാവശ്യമായി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻകറി വേകുന്നതിനാവശ്യമായ വെള്ളമൊക്കെ ചേർത്തു. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ മീൻകറിക്ക് ആവശ്യമായത് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോദ ചേർത്ത് കൊടുക്കുകയാണ്. തെക്കൻ ജില്ലകളിൽ ഇതിന് മോദ എന്നാണ് പറയുന്നത്. വടക്കൻ ജില്ലകളിൽ നിന്ന് മറ്റൊരു പേരാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കിങ്ഫിഷ് അല്ല, നെയ്മീൻ എന്ന് പറഞ്ഞ് കിങ്ഫിഷ് വരുന്നുണ്ട്. ഇവിടെ ഇത് മോദ എന്നാണ് പറയുന്നത്, വെള്ളമോദ എന്ന് പറയുന്നതാണ്. തുടർന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. മീൻ അതിൻ്റെ ചാറിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇളക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ചെറിയ തീയിൽ ഇത് വേകാൻ വെക്കുക. വേകുന്നതിന് ഒരു മൂടി വെച്ച് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ മോദ മീൻകറി റെഡിയായിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത് ചക്ക വേവിക്കുകയാണ്. നല്ല നാടൻ ചക്ക അരിഞ്ഞത്. അപ്പോൾ ചക്ക വേവിക്കുന്നതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി 1 മുറി തേങ്ങ ചിരകിയത്, വെളുത്തുള്ളി ഒരു 7-8 അല്ലി, ചുവന്നുള്ളി ഒരു 5-6 ചക്കയ്ക്ക് എപ്പോഴും കാന്താരിയാണ് നല്ലത്. കാന്താരി എരിവ് ആവശ്യത്തിന് ഉള്ളത്. പിന്നെ ജീരകം. ചക്കയുടെ അരപ്പ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ജീരകം, ഉപ്പ്, മഞ്ഞൾ എന്നിവ ചേർത്ത് അരച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചക്ക എങ്ങനെ വേവിക്കുന്നു എന്ന് നോക്കാം. ആദ്യമായി ഒരു അലുമിനിയം കലം അടുപ്പിൽ വെക്കാം. ചെറു തീ വെച്ച് കലം ഒന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ആദ്യം ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നത് ചക്ക അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പച്ച വെളിച്ചെണ്ണ ചേർക്കുകയാണ്. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇത് കലത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് കറക്കി കൊടുക്കുക.
ചക്ക അടിയിൽ പിടിക്കാതിരിക്കാൻ ഇത് ഉപകരിക്കും. പാത്രത്തിലേക്ക് നമുക്ക് ചക്ക ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം പാത്രത്തിന് 3/4 ഭാഗത്തോളം ചക്കയുണ്ട്. അതിൻ്റെ നടുക്കായിട്ടൊരു ചെറിയ ഒരു ഹോള് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അരപ്പ് എന്തെല്ലാമെന്ന് നോക്കാം. ചക്കയ്ക്ക് ആവശ്യമായ അരപ്പ് തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, കാന്താരി, ഉപ്പ്, മഞ്ഞൾ, ജീരകം എന്നിവ ചേർത്ത് ചതച്ചെടുത്ത അരപ്പാണ് ഇത്. നമ്മൾ ചക്കയ്ക്ക് ആവശ്യമായ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. അരപ്പ് ചേർത്ത ചക്ക നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ചക്കയും കൂടെ ചേർത്തു. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു ആവി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീ ഒന്നുകൂടെ ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കണം. ഓക്കെ, ഇപ്പോൾ ചക്ക ഏകദേശം എന്തായെന്ന് നോക്കാം. വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്ക നമുക്ക് എന്തായി നോക്കാം. ഇപ്പോൾ ഏകദേശം ചക്കയിൽ നിന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം വയ്ക്കുമെന്ന് നോക്കാം. ഏകദേശം ഓക്കെ, വെള്ളം വയ്ക്കുമോ എന്ന് നമുക്ക് എങ്ങനെയാണ് നോക്കുന്നതെന്ന് കാണിക്കാം. ഒരു കമ്പും കൊണ്ട് നടുക്ക് ഇതുപോലെ കിഴിച്ച് നോക്കുക. എന്നിട്ട് നമ്മുടെ അടച്ചു കെട്ടിയത് ഉണങ്ങിയ ഭാഗത്ത് ഇട്ട് നോക്കുമ്പോൾ വെള്ളമയം കുറവാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം അത് വെന്തിട്ടുണ്ട്, വെള്ളവും കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് ഈ കമ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ കുഴച്ച് പരിമാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ചക്ക ഇളക്കി കൊടുക്കാം. ചക്ക ഇളക്കി അതിനെ ആ ഒരു പരുവത്തിലായാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും. ചക്ക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇതിലെ അത് ആ മസാല അരപ്പെല്ലാം ചക്കയിൽ എത്തുകയുള്ളൂ. ഈ ഇളക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ലേശം ഉപ്പൂടെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല മീൻകറിയും കൂട്ടി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ മീൻകറിയുമായിട്ട് ചേർത്ത് ഇത് കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.